ആമേൻ ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞി, സുഭാഷിതങ്ങൾ 20:14. സുഭാഷിതങ്ങൾ 20:14. വാങ്ങുമ്പോൾ മോശം മോശം എന്ന് ഒരുവൻ പറയുന്നു, വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അവൻ തന്നെ പ്രശംസിക്കുന്നു. അതിന് പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് മനസ്സിലാക്കും, ഒരു സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ, മീൻ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ പറയേ ഇത് മോശമായിരിക്കുന്നത്, ഇത് ചീഞ്ഞു പോയല്ലോ, ഈ സ്ഥലത്ത് ആര് വന്ന് വീട് വെക്കാനാണ്, ഇതിന് ഈ വിലയുണ്ടോ? വാങ്ങുമ്പോൾ മോശം മോശം, എന്നിട്ട് വാങ്ങിക്കൊണ്ട് പോകുമ്പം തന്നെ പ്രശംസിക്കും. നമ്മുടെ ബുദ്ധി കൊണ്ടാണേ നടന്നത്, വളരെ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് ആ ചുളുവിലയ്ക്ക് കിട്ടി. വാങ്ങുമ്പോൾ മോശം മോശം. ഒരുവന്റെ അകത്ത് സത്യമില്ലാതെ വരുമ്പോൾ മറ്റുള്ളവന്റെ ശുശ്രൂഷകൾക്കും സ്ഥലത്തിനും വീടിനും വസ്തുവകൾക്കും ശുശ്രൂഷകൾക്കും വിലയില്ലാണ്ടായി പോകും. അതൊക്കെ മോശമായി പോകും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച വരാത്തതിന്റെ കാര്യം, നമ്മളൊരു സംഗതി വാങ്ങുമ്പോൾ, ഒരു ശുശ്രൂഷ വാങ്ങുമ്പോൾ, ഒരു സർവീസ് വാങ്ങുമ്പോൾ, ഒരുവന്റെ സേവനം വാങ്ങുമ്പം അതിന് നമുക്ക് വിലയില്ല, അത് മോശമാണ്, അത് തരം താഴ്ന്നതാണ്. എന്നിട്ട് നാം പറയും ചുളുവിലയ്ക്ക് നമുക്ക് കിട്ടി, നമ്മുടെ ചെറിയ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കാര്യം നടന്നു. ഇങ്ങനെ പോകുമ്പോൾ നാം നമ്മെ തന്നെ പ്രശംസിക്കും. പക്ഷെ നമ്മുടെ പ്രശംസയുടെ മുന ഒടിഞ്ഞു പോകും, ഗോപുരം അടർന്ന് വീഴുകയും ചെയ്യും. വാങ്ങുമ്പോഴും നല്ലതെന്ന് പറഞ്ഞ് വാങ്ങാനുള്ളൊരു അഭിഷേകം കിട്ടട്ടെ. അതിന് കുഞ്ഞൊരു അനുഭവം ഇന്ന് കൂട്ടിച്ചേർക്കാൻ തോന്നുന്നു. ഈര എന്ന കുഞ്ഞടവയിൽ ജീവിക്കുന്ന സമയത്ത് അവിടെ റോഡ് വരാൻ വേണ്ടി പാടം വിലയ്ക്ക് വാങ്ങേണ്ടി വന്നു. ആളുകൾ നിർബന്ധിച്ചു ചുളുവിലയ്ക്ക് വാങ്ങാൻ. അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയും, ഒരു ഹൈന്ദവന്റെ ആയിരുന്നു. പള്ളിയിൽ കയറിയപ്പോൾ കർത്താവ് ഒരു വില പറഞ്ഞു തന്നു മനസ്സിൽ, അത് എഴുതിയിട്ട് പ്രാർത്ഥിച്ചു, ആ വില കൊടുത്ത് തന്നെ വാങ്ങി. അതുകൊണ്ട് ആ മനുഷ്യൻ എന്നേക്കും രക്ഷപ്പെട്ടു. ദൈവത്തിന്റെ മനുഷ്യരുടെ മുമ്പിൽ വില കൊടുത്ത് വാങ്ങിയതുകൊണ്ട് ഇന്നും അഭിമാനത്തോടെ നിൽക്കാനും പറ്റും. വാങ്ങുമ്പോഴും നല്ലതെന്ന് പറയാൻ സേവനങ്ങളും വസ്തുവകകളും മറ്റൊരാളിൽ നിന്ന് വാങ്ങുമ്പം അതിനൊരു വില കൊടുക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത് യേശു അകത്തുള്ളതിന്റെ ലക്ഷണമാണ്. ആമേൻ. എപ്പോഴും ഞാൻ പരിചയപ്പെടുത്തുന്ന സീനിയർ സിറ്റിസൺ ധ്യാനത്തെക്കുറിച്ച് ഒരു വാക്കുകൂടെ ഇന്ന്. കേരളത്തിലെ ഒരു ധ്യാന കേന്ദ്രത്തിലാണ് ഈ മനോഹരമായ ധ്യാനമുള്ളത്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വന്ന് താമസിച്ച് വചനങ്ങളാൽ നിറഞ്ഞു മടങ്ങിപ്പോകാൻ ഉതകുന്ന സീനിയർ സിറ്റിസൺസ് ധ്യാനം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കുന്നന്താനം സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഈ വരുന്ന സെപ്റ്റംബർ 22, 23, 24, 25 തീയതികൾ. ഇത്രയും കാലം വന്നവരൊക്കെ അഭിമാനത്തോടെയും ആത്മീയ ബോധ്യത്തോടും കൂടി പറയുന്നു, ഇതൊരു യൂണിക് റിട്രീറ്റ് ആണ്, ഒരു അനന്യമായ ധ്യാനം, ഒരു പ്രത്യേക അഭിഷേകം, ഒരു പ്രത്യേക സാന്ത്വനം, ഒരു പ്രത്യേക മിലിയു, പ്രത്യേക ഒരു അഭിഷേക മേഖല. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഒന്നാന്തരം ഒരു സമ്മാനം, ഒരു ആത്മീയ സമ്മാനം, ഒരു ഡിവൈൻ സ്പിരിച്വൽ ഗിഫ്റ്റ്. ബുക്ക് ചെയ്യാൻ വേണ്ടി ഈ നമ്പറിൽ വിളിക്കുക, ബന്ധപ്പെടുക. ഈശോയുടെ നാമത്തിൽ സ്വാഗതം. ആമേൻ ആമേൻ.